സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. രക്തസാക്ഷികളുടെ നിണം സഭയുടെ വളം. അത് എന്നും അങ്ങനെ തന്നെയാണ്. വാഴ്ത്തപ്പെട്ട റാണി മരിയ വരെയും രക്തം ചൊരിഞ്ഞില്ലെങ്കിലും സീറോ മലബാർ സഭയ്ക്ക് വ്യത്യസ്തമായൊരു സാക്ഷിത്വത്തിന്റെ അനുഗ്രഹമേകി ഒരു പിതാവ് സ്ഥാനത്യാഗം ചെയ്തു. സഭയിൽ ഐക്യത്തിനു വേണ്ടി ഹൃദയരക്തം ചൊരിയേണ്ടി വന്ന മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രക്തസാക്ഷികളെ പോലെ അദ്ദേഹം തനിക്കുള്ള സംതൃപ്തിയോടെയാണ് ഭാരപ്പെട്ട ചുമതല ഒഴിഞ്ഞത്. അത് കേവലമായ ഉദ്യോഗത്യാഗമല്ല, സഭയ്ക്ക് അനുഗ്രഹമാകാൻ നടക്കേണ്ടി വന്ന വഴി. 2 തവണ വത്തിക്കാനെ സന്നദ്ധത ധരിപ്പിച്ചിരുന്ന നടപടി അനുവാദം കിട്ടുന്ന മുറയ്ക്ക് മാത്രം നിവൃത്തിയാകുന്ന നീക്കം. അദ്ദേഹം പറയുന്നത് പോലെ ദൈവം നിശ്ചയിച്ച സമയത്ത് നിവൃത്തിയായ തീരുമാനമാണിത്. ഇതുവരെ ഏറെ പേരും അറിയാതെ പോയ നീക്കം. മുൻഗാമികളെക്കാൾ കൂടുതൽ കാലം 12 വർഷം സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ആലഞ്ചേരി പിതാവ് പ്രവർത്തിച്ചു. ഇന്ത്യയിലാകെ അജപാലനം നടത്താനുള്ള അധികാരം സീറോ മലബാർ സഭയ്ക്ക് അദ്ദേഹത്തിന്റെ കാലത്ത് ലഭ്യമായി. കുർബാന അർപ്പണത്തിൽ ഏകീകരണം കൊണ്ടുവരാൻ ഏറെ ശ്രമിച്ചു. ഇതൊക്കെ തൽപരരായ ഏവരും അറിയുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ രണ്ടാമത് പറഞ്ഞത് ഐക്യത്തിനു വേണ്ടി ശ്രമിച്ചതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗത്തിലേക്ക് നയിച്ച മുഖ്യ കാര്യമെന്ന് കരുതാം. അതിന് കാരണക്കാരായവരുണ്ട്. തിരുസഭയിലെ വന്ദനീയരുടെ ഗണം ഓർമ്മിപ്പിക്കുന്നത് പോലെ ദ്രോഹങ്ങളാൽ ആലഞ്ചേരി പിതാവിന്റെ ഹൃദയ രക്തം ചൊരിയാൻ ഇടവരുത്തിയ ചുരുക്കം ചിലർ. അവരടക്കം സഭാ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളോട് മറുതലിച്ചു നിൽക്കുന്നവരുടെ എല്ലാം മനമാറ്റത്തിന് ആലഞ്ചേരി പിതാവ് ഏറ്റെടുത്ത ത്യാഗം ആത്മീയ നിമിത്തമാകുമെന്ന് പ്രത്യാശിക്കുക. ഇതൊരു ഭംഗിവാക്കല്ല, അപകടം അറിഞ്ഞുള്ള സൂചനയാണ്. കാരണം മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ നേരിട്ട് ദുഃഖം പ്രകടിപ്പിക്കാൻ മാത്രം വലിയൊരു നഷ്ടസാധ്യതയുടെ മുമ്പിലാണ് ആലഞ്ചേരി പിതാവിനെ എതിർത്ത നിരവധി പേർ നിലകൊള്ളുന്നത്. ഏകീകൃത കുർബാന ക്രമത്തെ നിഷേധിച്ചും സിനഡിന്റെയും മെത്രാന്മാരുടെയും വത്തിക്കാന്റെ വരെയും നിർദ്ദേശങ്ങളെ ധിക്കരിച്ചും കുഴപ്പമുണ്ടാക്കിയവരുടെ അവസ്ഥ അവർക്കിനി വാചക കസർത്തുമായി ഏറെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആലഞ്ചേരി പിതാവ് സ്ഥാനമൊഴിഞ്ഞെങ്കിലും ഏകീകൃത ദിവ്യബലി എന്ന തീരുമാനത്തിന് മാറ്റമില്ല. അത് വ്യക്തിയുടെ തീരുമാനമല്ല, സഭയുടേതാണ്. ഇക്കാര്യത്തിൽ മെത്രാന്മാർ മാർപ്പാപ്പയെയും വത്തിക്കാനെയും തെറ്റിദ്ധരിപ്പിച്ചെന്ന് പ്രചരിപ്പിച്ചവരുടെ പാഴ്വേലയ്ക്ക് ഇനി നിലനിൽപ്പില്ല. മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളെ ഇവിടുത്തെ മെത്രാന്മാരും നേതൃത്വവും തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന ദുരാരോപണത്തിനും സ്ഥാനമില്ല. മാർപ്പാപ്പ നേരിട്ട് തന്നെ വിശ്വാസികളോടും വൈദികരോടുമായി പറഞ്ഞത് വ്യക്തമാണ്. സൗമ്യമെങ്കിലും കർക്കശമാണ്. ലംഘിച്ചാലുള്ള കഠിനമായ നടപടികളെക്കുറിച്ച് അതിൽ സൂചനയുമുണ്ട്. സഭാഗാത്രത്തിൽ നിന്ന് സ്വയം പുറത്താകാൻ ഇടവരുത്തുന്ന അന്തിമ ദുരന്തത്തെക്കുറിച്ച് ക്രിസ്തുമസ് പാതിര കുർബാനയോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത അൾത്താരാഭിമുഖ കുർബാനയർപ്പണം ആരംഭിക്കണം. അത് അയവില്ലാത്ത നിർദ്ദേശം. അതിനെ എതിർത്ത് സഭയിൽ കുഴപ്പം തുടരാനോ ഹീറോകളാകാനോ അതിരൂപതയെ പ്രതിസന്ധിയിലാക്കാനോ ദുശാഠ്യക്കാർക്ക് ഇനി വഴിയില്ല. ഭിന്നാഭിപ്രായമുള്ളവരെ മാർപ്പാപ്പ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അൾത്താരാഭിമുഖ കുർബാനയുടെ കാര്യത്തിൽ മെത്രാന്മാർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു. എന്നിട്ടും ഐക്യത്തിനു വേണ്ടിയാണ് ഏകീകൃത കുർബാന നടപ്പാക്കാൻ എല്ലാവരും ചേർന്ന് തീരുമാനമെടുത്തത്. തീരുമാനമെടുത്തവർക്കെല്ലാം ഓരോ അളവിൽ വിട്ടുവീഴ്ച വേണ്ടി വന്നിരുന്നു. എങ്കിലും സിനഡ് എന്ന നിലയിൽ അവർ ഐക്യത്തിന് തീരുമാനമെടുത്തു. ഈ വഴക്കം പാലിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വൈദികർക്കും വിശ്വാസികൾക്കും മാത്രം സന്നദ്ധതയുണ്ടായില്ല. പാരമ്പര്യവാദം ഉന്നയിച്ച് നിഷേധത്തെ ന്യായീകരിച്ച അവർ
അപ്പസ്തോലന്മാരുടെ കാലത്ത് ഇതിലും കടുത്ത പരിച്ഛേദന പാരമ്പര്യവാദികളായിരുന്ന യഹൂദ ക്രൈസ്തവർ സഭയുടെ ശാസനത്തിന് വഴങ്ങിയത് മറന്നു. അവരുടെ നിഷേധം ദിവ്യകാരുണ്യത്തെ അനാദരിക്കുകയും വത്തിക്കാന്റെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ ആക്രമിക്കുകയും ചെയ്യുന്നിടത്തോളം വഷളായി. സിറിൽ വാസിൽ പിതാവ് മാർപ്പാപ്പയുടെ പ്രതിനിധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വ്യാജ പ്രതിനിധിയെന്ന് വ്യാപകമായ ദുഷ്പ്രചാരണം അഴിച്ചുവിട്ടു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭക്ഷ്യഭോയങ്ങളെ ചൊല്ലിയും ദുരാരോപണം. ഇതടക്കം നിഷേധകർ ചെയ്തതെല്ലാം സഭാവിരുദ്ധമായിരുന്നെന്നും മാർപ്പാപ്പയുടെ ഖണ്ഡിതമായ സന്ദേശത്തോടെ അവസാനമായും തെളിഞ്ഞു കഴിഞ്ഞു. പാപ്പായുടെ സന്ദേശം നിഷേധകർക്കുള്ള കുറ്റപത്രം എന്നതിൽ സംശയമില്ല. സിനഡ് തീരുമാനങ്ങൾ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്ന വൈദികരെ പിന്തുടരുതെന്നാണ് അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത്. എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് ആരാധനാക്രമമായോ കുർബാന അർപ്പണവുമായോ ബന്ധം പോലുമില്ലെന്നും മാർപ്പാപ്പ പറയുമ്പോൾ നിഷേധകരുടെ ലക്ഷ്യവും രീതിയും വത്തിക്കാൻ തിരിച്ചറിഞ്ഞു എന്ന് വ്യക്തം. ഇതേക്കുറിച്ച് അയച്ച കത്തുകൾ പൊതുവായി വായിക്കാതിരുന്ന ധിക്കാരത്തെക്കുറിച്ചും സന്ദേശം സൂചിപ്പിക്കുന്നു. എല്ലാത്തിൻ്റെയും അർത്ഥം ഒന്നു മാത്രം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത അൾത്താരഭിമുഖ ദിവ്യബലി തന്നെ അർപ്പിക്കണം. ഇത് ലംഘിക്കുന്നവർ ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുകയാണ്. അവർ സ്വയം സഭയ്ക്ക് പുറത്താകാനുള്ള സാധ്യതയിലാണ്. ലംഘനവും സഭാ തീരുമാനത്തോടുള്ള ധിക്കാരവും തുടർന്നാൽ മാർപ്പാപ്പ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി വേദനയോടെ ഉചിതമായ നടപടികൾ എടുക്കേണ്ടി വരുമെന്നാണ് സൂചന. മാർപ്പാപ്പയുടെ സന്ദേശം നിഷേധകരെ മാറി ചിന്തിപ്പിക്കുമോ? തങ്ങളുടെ ദുശാഠ്യത്താൽ രണ്ട് പിതാക്കളെ, മാർ ആന്റണി കരിലിനെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ആൻഡ്രൂസ് താഴത്തിനെയും തങ്ങളുടെ ചുമതല നിർവഹിക്കാൻ അനുവദിക്കാതെ മടക്കിയതിന്റെ ഗൗരവം അവരിൽ പശ്ചാത്താപം ഉളവാക്കുമോ? ശ്രമകരമായ ദൗത്യത്തിനാണ് സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും നിയുക്തരായിരിക്കുന്നത്. നിഷേധകരെ അനുസരണത്തിലേക്കും സഭയുടെ ഐക്യത്തിലേക്കും തിരികെ കൊണ്ടുവരിക എന്നത് മാർപ്പാപ്പയുടെ സന്ദേശം അവരെ മനസ്സ് മാറാൻ പ്രേരിപ്പിച്ചെങ്കിൽ ആലഞ്ചേരി പിതാവിന്റെ സഹനവും ത്യാഗവും അതിന് ആത്മീയ നിമിത്തമായെങ്കിൽ ആരുടെയും രക്തത്തിനു വേണ്ടി ആരും ഒരു കൂട്ടരും ദാഹിക്കാതിരിക്കട്ടെ. ഗുട്രസിന് തെറ്റി. ഗാസയിൽ വേണ്ടത് വെടിനിർത്തലല്ല, യുദ്ധാന്ത്യമാണ്. പിന്നെന്തിനെ വെടിനിർത്താൻ ഇസ്രായേലിനോട് പറയുന്നു? യുദ്ധം അവസാനിച്ച് കാണാനാണ് ലോകത്തെ മനുഷ്യജാതിയിൽപ്പെട്ട മിക്കവരും ആഗ്രഹിക്കുന്നത്. അത് അന്റോണിയോ ഗുട്രസ് പറഞ്ഞിട്ടല്ല. ഹമാസ് പക്ഷപാതം പിടിപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനെ വെടിനിർത്തൽ മതി. എന്നാൽ ഗുട്രസിനോട് ചോദിക്കുവാനും പറയുവാനും ചിലതുണ്ട്. ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി അവസാനിപ്പിച്ചാൽ, വെടിനിർത്തിയാൽ യുദ്ധത്തിന് അറുതിയാകുമോ? സമാധാനമാകുമോ? സമാധാനം എന്നത് ഹമാസിന്റെയും ഗാസ നിവാസികളുടെയും മാത്രം സുരക്ഷിതത്വമാണോ? മനുഷ്യാവകാശങ്ങൾ അവർക്ക് മാത്രമേയുള്ളൂ. അതിർത്തി ഭേദിച്ചെത്തി ഇസ്രായേൽ പൗരരെ വകവരുത്തിയും ബന്ദികളാക്കി രഹസ്യ സങ്കേതങ്ങളിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയും ചെയ്ത ഹമാസ് ഭീകരരുടെ പ്രവൃത്തിയാണോ സമാധാനം? വെടിനിർത്തൽ സമാധാനമാകില്ല. വീണ്ടും ഒരു അതിക്രമത്തിനൊരുങ്ങാൻ ഹമാസിനുള്ള അവസരം മാത്രമാണിത്. യുദ്ധത്തിന് അന്ത്യമാകണമെങ്കിൽ തുടങ്ങി വെച്ചവർ തന്നെ യുദ്ധഭാവത്തിന് അറുതി വരുത്തണം. യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസ് ആണ്. ഒക്ടോബർ 7-ന് അവർ അവസാനിപ്പിക്കേണ്ടത് പുറമെയുള്ള ഭാവവും നാട്യവുമല്ല. ഇസ്രായേലിനോടും യഹൂദരോടുമുള്ള നിത്യവിദ്വേഷവും അവരെ ഇല്ലാതാക്കുമെന്ന ലക്ഷ്യവും ഹമാസ് ഉപേക്ഷിക്കണം. അല്ലാഞ്ഞാൽ ഒക്ടോബർ 7-ന് ചെയ്ത അതേ ക്രൂരതയും അതിക്രമവും ഇടവേളയ്ക്ക് ശേഷവും ഹമാസ് വീണ്ടും ഇസ്രായേലിനോട് ചെയ്യും. വീടുകളിൽ ഹമാസ് കയറി ഇറങ്ങി 100 കണക്കിന് പേരെ കൊല്ലുന്നതും സ്ത്രീകളെ റേപ്പ് ചെയ്യപ്പെടുന്നതും ഇസ്രായേൽ വീണ്ടും കാണേണ്ടി വരും. അസ്ഥി തകരുന്ന വിധം പെൺകുട്ടികൾ ബലാത്കാരം ചെയ്യപ്പെടുന്നതും കൊലപ്പെടുന്നതും
കുഞ്ഞുങ്ങൾ കുരുതി കഴിക്കപ്പെടുന്നതും ആവർത്തിക്കും. മേലിലും ബന്ദികളാക്കപ്പെടുന്നവരുണ്ടാകും. അവരും ഹമാസിന്റെ തടവിൽ ഇതേ ക്രൂരതകൾക്ക് ഇരയാകും. നരകീയ പീഡനങ്ങൾ ആവർത്തിക്കും. രാസപ്രയോഗത്താൽ ചിന്തയും ഓർമ്മയും തകരാറിലാക്കി ബന്ദികളെ ചിരിപ്പിച്ച് പ്രചാരണം നടത്തുന്ന ദുഷ്ടത തുടരും. കാരണം ഇതെല്ലാം ഹമാസ് ഭീകരരുടെ നിത്യവ്രതവും നിത്യ നിയമവുമാണ്. ഏത് ഗുട്രസ് കൽപ്പിച്ചാലും മര്യാദ കാട്ടി ഇനിയും ഈ ഹമാസ് ക്രൂരത അനുഭവിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നത് എങ്ങനെ? ഗുട്രസിനോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചോദിച്ച ചോദ്യങ്ങൾക്ക് ഗുട്രസ് ആദ്യം ഉത്തരം പറയട്ടെ. ഹമാസ് ഭീകരന്മാർ ഇസ്രയേലിന്റെ അതിർത്തിയിലേക്ക് തള്ളിക്കയറി നിരായുധരും സാധാരണക്കാരുമായ 1400 പൗരരെ കൊലപ്പെടുത്തിയത് പോരാട്ടവും മനുഷ്യാവകാശ പാലനവും ആയിരുന്നു. ക്രൂരമായ റേപ്പുകളും കുട്ടികളിൽ ചിലരുടെ കഴുത്തറുത്തതും പോരാട്ടവും മനുഷ്യാവകാശ സംരക്ഷണവും ആയിരുന്നു. ഇസ്രയേൽ ഒന്നും ചെയ്യാതിരിക്കെ ജനസമൂഹത്തിലേക്ക് റോക്കറ്റുകൾ പായിച്ച് ദുരന്തം വിതച്ചത് പോരാട്ടവും മനുഷ്യാവകാശത്തിന് നിരക്കുന്നതും ആയിരുന്നു. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളടക്കം നിരവധി കുട്ടികളെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും വരെ ബന്ദികളാക്കി പീഡിപ്പിച്ചതാണോ പോരാട്ടവും മനുഷ്യാവകാശപരമായ നടപടിയും? ഹമാസിന്റെ കടന്നാക്രമണവും ക്രൂരതയും കയ്യടിയോടെ പിന്തുണച്ച പാലസ്തീനി കുട്ടികളും സ്ത്രീകളും അടങ്ങിയ ഗണമാണോ നിഷ്കളങ്കരായ പാലസ്തീൻ ജനത? കൊടും ക്രൂരതകൾക്ക് ഇസ്രയേൽ തിരിച്ചടി ആവർത്തിക്കാതിരിക്കാനുള്ള യുദ്ധ നടപടികളും മാത്രമാണോ ഗുട്രസ് കണ്ട ക്രൂരതയും മനുഷ്യാവകാശ ലംഘനവും? ഗുട്രസ് മറ്റു ചിലതും കൂടി കേൾക്കണം, ഓർമ്മിക്കണം. ഒരിക്കൽ അഭയം നൽകിയ ജോർദാനിലെ ഹുസൈൻ രാജാവിനെ വധിക്കുവാനും രാജ്യം പിടിച്ചെടുക്കാനും ശ്രമിച്ചവരല്ലേ പാലസ്തീൻ വിമോചന സംഘടന? ആ ഗുണം കൊണ്ടല്ലേ ജോർദാന്റെ സൈന്യം പാലസ്തീനികളെ കൂട്ടത്തോടെ പുറത്താക്കിയത്? അഭയം ലഭിച്ച ലെബനിൽ മര്യാദയ്ക്ക് കഴിഞ്ഞുകൂടുന്നതിന് പകരം അവിടെ ഇരുന്ന് നടത്തിയ വിധ്വംസക പ്രവൃത്തികളല്ലേ ലെബനിനെതിരെ ഇസ്രായേലിന്റെ നടപടിക്കും അതുവഴിയുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇടവരുത്തിയത്? അഭയം നൽകിയ കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചപ്പോൾ ഇറാഖി സേനയ്ക്ക് പിന്തുണ മുഴക്കിയ ഗണമല്ലേ പാലസ്തീനികൾ? കുവൈറ്റ് തന്നെ പിന്നീട് പാലസ്തീനികളെ പുറത്താക്കിയത് ആരുടെ കുറ്റം കൊണ്ട്? മതഭ്രാന്തന്മാർ തലവേദനയായ ഈജിപ്ത് എന്തുകൊണ്ടാണ് പാലസ്തീനികളെ അടുപ്പിക്കാത്തത്? മുസ്ലിം ബ്രദർഹുഡിന്റെ ജീനുള്ള പാലസ്തീനി ഹമാസ് കൂട്ടം വിരുന്നുകാരായാണോ അഭയാർത്ഥികളായോ എത്തുന്നത് കുഴപ്പമാകും എന്നതുകൊണ്ടല്ലേ? അഭയം കൊടുത്ത അറബ് രാജ്യങ്ങളുടെ അനുഭവം ഇതാണെങ്കിൽ ഇതറിയുന്ന മറ്റ് അറബ് രാജ്യങ്ങൾക്ക് പാലസ്തീനി ഹമാസ് ഗണത്തെ വേണ്ടെങ്കിൽ അത്തരക്കാരെയാണോ ഇസ്രയേൽ വിശ്വസിക്കേണ്ടത്? ഗുട്രസിന്റെയോ ഓർമ്മക്ഷയം ബാധിച്ച UN സംഘത്തിന്റെയോ ഹമാസിന്റെയോ വ്യാജ പ്രചാരണവും അവകാശവാദങ്ങളും എത്ര കൊഴുത്താലും പാലസ്തീനിലെ ഹമാസ് ദുഷ്ടതയുടെ ചിത്രം മറഞ്ഞിരിക്കുകയില്ല. യുദ്ധം ഹമാസിന്റെ സൃഷ്ടിയാണ്. അത് അവസാനിക്കേണ്ടതും അവരിലാണ്. ഗാസയെ ആകെ തുറന്ന് ഏത് നിമിഷവും ഇടിഞ്ഞമർന്നേക്കാവുന്ന വിധത്തിലാക്കിയതാണ് ഹമാസ് ഭരണം ഗാസയ്ക്ക് നൽകിയ നേട്ടം. സാധാരണ പൗരർക്ക് സംരക്ഷണം നൽകാതെ അവരുടെ പിന്നിൽ ഒളിച്ച് അവരെ കവചമാക്കിയ ഹമാസ് ജിഹാദികൾക്ക് അവിടുത്തെ ജനങ്ങളോട് അനുകമ്പയോ പരിഗണനയോ എവിടെ? എന്നിട്ടും രാസപ്രയോഗത്തിനിരയായ ഇസ്രയേലി ബന്ദികൾ ഹമാസിന് അഭിവാദ്യം നൽകി എന്ന് പ്രചരിപ്പിക്കുന്നത് പോലെ പാലസ്തീനികളും ഐഡിയോളജിയാൽ മത്തുപിടിച്ച ഹമാസിനെ അഭിവാദ്യം ചെയ്യുന്നു. സ്വയം നാശം ഏറ്റുവാങ്ങുന്നത് അറിയാതെ ഇത്തരത്തിൽ പാലസ്തീനികളെ കുരുതിയാടുകളാക്കാതെ വെറുതെ വിടാൻ ഹമാസിനോട് ഗുട്രസ് ആവശ്യപ്പെടട്ടെ. ഇപ്പോഴത്തെ ഹമാസിൽ നിന്ന് മുക്തമാകാതെ പാലസ്തീനികൾക്ക് സ്വസ്ഥ ജീവിതവും സമാധാനവും എന്നത് വ്യാമോഹമല്ലാതെ മറ്റെന്താണ്? കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.